ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോവാട്ടോ, അബുദാബി ടു അലൈൻ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റു അമ്പിളിയമ്മാവനെയൊക്കെ ഒന്ന് നോക്കി പോകുന്ന ചന്ദ്രനാട്ടോ ഇന്ന്. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു, നിറച്ച് കാന്താരിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കും. പിന്നെ മുട്ട പുഴുങ്ങിയതും ഏത്തയ്ക്ക പുഴുങ്ങിയതും കോഫിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് ലാവിഷായിട്ട് ഉണ്ടാക്കാൻ നിന്ന ടൈം പോകും, അതുകൊണ്ടാണ് 9 ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തത്. ജസ്റ്റ് എൻ്റെ കൂടെ തന്നെ എണീറ്റ് പോകുന്നു കേട്ടോ. ഉറക്കം പോയില്ല, കുറച്ച് നേരം അവിടെ കിടന്നോളാൻ പറഞ്ഞപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് വന്ന് ഉഷാറായി. അങ്ങനെ എൻ്റെ ഫ്രണ്ടും ഫാമിലി എത്തി. അങ്ങനെ നമ്മൾ രണ്ട് കൂട്ടരും കൂടെയാണ് പോകുന്നത്. നമ്മൾ ഇറങ്ങി കേട്ടോ. അബുദാബി ടു അലൈൻ റോഡ് നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇരു സൈഡിലായിട്ട് കുറച്ച് പച്ചപ്പും കുറച്ച് മൗണ്ടൻസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ പോകുന്ന വഴിക്ക്. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് നല്ല തണുപ്പായി തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ വെയിലും തണുപ്പും ഒക്കെ ആയി നല്ല രസമാണ് പോകാൻ. ഇപ്പോൾ 9:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എത്തി. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ജബൽ ഹഫീദ് എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ്റെ മണ്ടേക്കാണ് നമ്മൾ ആദ്യം പോകാൻ നിൽക്കുന്നത്, അലൈനുള്ളത്. നിങ്ങളിങ്ങനെ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആദ്യം ഇത് പിടിച്ച് ഈ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ നമുക്ക് എൻജോയ് കേട്ടോ. നല്ല എല്ലാ ടൈമിങ് കറക്റ്റായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 10 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്കൊരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 11 മണി ആയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ടില്ല. എന്താണേലും ഇതാ ഈ സ്ഥലത്ത് കൂടെ മഴക്കാലത്ത് അലയിൽ നല്ല മഴയുള്ള സമയം വരുമ്പോൾ അലയിലാണല്ലോ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. അപ്പോൾ വെള്ളം ഒഴുകി വരുന്നതാണ് കേട്ടോ കേട്ടത്. നിറച്ച് വെള്ളം ഇതിലെയാണ് ഒഴുകി വരുന്നതെന്നാണ് കേട്ടത്. അതിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കുറച്ച് ഈ ഈന്തപ്പനയും അതുപോലെ തന്നെ മാതളനാരങ്ങയില്ലേ, അതിൻ്റെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ പോവുകയാണ്. നമ്മുടെ ഹൈ റേഞ്ചൊക്കെ നമ്മൾ പോകുമ്പോഴത്തെ റോഡ് പോലത്തെ ഒരു റോഡാട്ടോ. ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നെഞ്ചത്ത് അത് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഡ്രൈവിങ് ചെയ്ത് ഇതിനെ നല്ല ഭംഗിയാണ്. അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ നാട്ടിലൊക്കെ പാറക്കല്ലാണെങ്കിൽ ഇവിടെ പാറയല്ല, ഒരു പ്രത്യേകതരം ഒരു കല്ലും പൊടിമണ്ണും അല്ല, ഒരു ഉരുണ്ട് കിടക്കുന്ന പോലത്തെ ഒരു മണ്ണ്. അതിൻ്റെ കളറ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പ്രത്യേകതരം മണ്ണാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തതായതുകൊണ്ട് മതിലിനൊക്കെ ഇത്രയും ഹൈറ്റേ ഉള്ളൂ. അല്ലാതെ കുഴപ്പമുള്ളിടത്തോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര കമ്പി വേലിയിട്ട് അത് കെട്ടിപ്പൊക്കി സേഫായിട്ട് നിർത്തിയിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കണ്ട് നമുക്ക് പോകാനായിട്ട് നിറച്ച് മൗണ്ടനാണ്. വളഞ്ഞ് തിരിഞ്ഞ് കയറി പോകുന്ന ഒരു വഴിയാട്ടോ. പക്ഷെ നമുക്ക് അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല, നല്ല സേഫായിട്ട് നമുക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റും. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഇത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇടയ്ക്ക് ഇതാ ഇതുപോലെ നിർത്തിയിട്ട് ഇറങ്ങി വാഷ്റൂമിലും പിന്നെ അടിവാരത്തോട്ട് നോക്കാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി വണ്ടിയും പാർക്ക് ചെയ്ത് കുറച്ച് കാഴ്ചകളൊക്കെ അടിവാരത്തെ കണ്ടിട്ടൊക്കെ പോകാം. ടോപ്പിലോട്ട് എത്തുന്നതിന് മുന്നേ ആട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു വട്ടമൊക്കെ നമുക്ക് പോയി കണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് വരാനുള്ളതുണ്ട്. പിന്നെ ഇതാ ഈ വലയിട്ട് കെട്ടിയേക്കുന്ന മൊത്തം മാതളനാരകത്തിൻ്റെ ചെടിയാണ്. നിറച്ച് പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിറച്ച് പൂവായിട്ടുണ്ട്. കായ പിടിച്ചിട്ടില്ല, പൂവിട്ട് നിൽക്കുന്ന സമയമായിട്ട്. ഇപ്പോൾ ഇരു സൈഡിലുമായിട്ട് അങ്ങനെ അത് നിറച്ച് നട്ടു വെച്ചിട്ടുണ്ട്. വേറെ പ്ലാന്റ്സ് ഒന്നും കണ്ടില്ല, ഇത് തന്നെ പ്ലാന്റ്സ് ആയിട്ട് കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഈന്തപ്പനി. അപ്പോൾ ഇതാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ എത്താറായി. പടിവാരത്ത് നമ്മൾ കുറച്ച് മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ എത്താറായിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിയുമ്പം അവിടെ നിന്ന് അത് തന്നെ ഒത്തിരി മണ്ടയിലാണ്. പക്ഷേ അവിടുന്ന് വീണ്ടും മണ്ടയിലോട്ട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കിറ്റാച്ചിയൊക്കെ വന്ന് പണിയുന്നുണ്ട്. പിന്നെ ഇതങ്ങനെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അല്ലാതെ തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അതാണ് അവിടെ ഒരു റെസ്റ്റോറൻ്റായിട്ട് കണ്ടുള്ളൂ, അല്ലാതെ വേറെ കടകളോ കഫറ്റീരിയകളോ ഒന്നുമില്ല കേട്ടോ ഏറ്റവും മണ്ടേ ചെല്ലുമ്പോൾ. അപ്പം നമ്മൾ ഇറങ്ങി ശാലു ഇതാ പിള്ളേർക്ക് ചോക്ലേറ്റൊക്കെ കൊടുത്തു. ഒരു ചോക്ലേറ്റും സ്പൈഡർമാനെയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഇതാണ് ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഹൈറ്റുള്ള മല. ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ പണി നടക്കുകയാണ്. വീണ്ടും മുകളിലോട്ട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് വീണ്ടും റോഡ് വെട്ടാനാണെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ചൊന്നും കറക്റ്റ് അറിയത്തില്ല. എനിക്കത് നല്ല രസമുണ്ട്. മുകളിൽ ചെന്നപ്പോഴേക്കും ഒരു കോട പോലെയാട്ടോ. ഒരു ഇത്രയും സമയമായെങ്കിൽ പോലും ഭയങ്കരമായിട്ട് കോടയാണ്. സൂര്യൻ ഉദിച്ച് വരുന്ന ചെറിയ ചൂടും നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. കറക്റ്റ് ഒരു ടൈമായിരുന്നു, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചുകൂടെ നമ്മൾ നേരത്തെ ആണെങ്കിൽ ഒരു പക്ഷേ അടിവാരത്തോട്ട് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു, കാരണം മഞ്ഞായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളിനി ഇങ്ങനെ കാണാനായിട്ടൊക്കെ പോകും. പിന്നെ ഇവിടെ ഒരു പാർക്കൊക്കെ പിള്ളേർക്ക് വേണ്ടി കളിക്കാനുണ്ട്. കണ്ട വഴിയെ ജസ്ലിനും ജോലിയും നിച്ചൂട്ടനും കൂടെ കയറി പാർക്കിലോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി. വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, അപ്പോൾ അവരും പിള്ളേരും ഒക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് റൈഡുകളൊക്കെ ഉള്ളൂ പിള്ളേർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ സൗകര്യമുണ്ട്. പക്ഷെ നമ്മൾ വല്ല ഫുഡും കൊണ്ടുവരണം കേട്ടോ. അവിടെ ഒരു വെള്ളം പോലും കിട്ടില്ല, ഒന്നും കണ്ടില്ല, അവിടെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടിവാരത്തോട്ട് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് പകലത്തെ കാഴ്ച. രാത്രിയാകുമ്പോൾ നല്ല വെട്ടമൊക്കെ ആയിട്ട് ഒന്നുകൂടെ രസമായിരിക്കും. ഏക്കാലും നമുക്ക് ഈ പോയ സമയത്ത് ഇത് ഇഷ്ടമായി കേട്ടോ, കാരണം നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച
നമ്മൾ നഷ്ടമായില്ല നമുക്ക് പോയത്. അവിടെ എത്തിയത് നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നി. താഴോട്ട് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ എത്ര ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എത്ര രസമായിട്ട് തോന്നുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ മുകളിൽ നിന്നുള്ള കാഴ്ച നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ജബൽ ഹഫീത്ത് ഒന്നും ഒരു വട്ടം മല കയറാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് പോയി കാണാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഒന്ന് പോയി കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. നല്ല രസമുണ്ട്. ഒത്തിരി വാവെന്ന് പറയാനില്ലെങ്കിൽ ഒരു വട്ടം നമുക്കൊന്ന് പോയി ഇവിടെയൊക്കെ കാണാൻ പറ്റും. അത്ര തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് നിന്ന് ഫുള്ള് താഴോട്ടൊക്കെ നോക്കി ഒന്ന് നല്ല പോലെ എല്ലാം കണ്ട്. ഇതൊരു വലിയ മലയാട്ടോ. ഇതാട്ടോ നമ്മുടെ സൈഡിൽ കാണുന്നത്. അതങ്ങ് ഹൈറ്റിലുണ്ട്. അതിൻ്റെ താഴോട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഫുള്ളും. അപ്പോൾ നമ്മൾ വന്ന വഴി ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല. പക്ഷെ വേറെ ഏതൊക്കെയോ കുഞ്ഞു വഴികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിള്ളേർ മലയൊന്നും കാണണമെന്നൊന്നുമില്ല, അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ജോലിങ്ങനെ ഈ റിങ് കളിക്കലും അങ്ങനെ കുറേ കളികളും ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴാട്ടോ നമ്മൾ ഈ അടിവാരത്ത് പിന്നെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടു വന്നത്. ഇതാ കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ ആട്ടോ നമ്മളെല്ലാവരും കൂടെ നിന്നെടുത്ത്. എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെയാണ്. അപ്പോൾ ഇതാ പിള്ളേർ 3 പേരും കൂടെ നിന്നൊക്കെ എടുത്ത് ഇതാ അവിടെ ഇറങ്ങി വരുന്ന വഴിക്കും നിന്ന് അങ്ങനെ ഇതുപോലെ നമുക്ക് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പതിയെ വീണ്ടും താഴോട്ടിങ്ങ് പോന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയത് അടുത്ത അലൈൻ സൂവിലാട്ടോ. അത് കണ്ട് നമ്മൾ സെക്കൻഡായിട്ട് എത്തിയത് അലൈൻ സൂ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 1:30 സമയമായിട്ടുണ്ട് കേട്ടോ. ഇതാ നടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഈ സൈഡിലും നല്ല ഈ പച്ചപ്പുല്ലില്ലേ, ഇതിനകത്ത് നിറച്ചും കിളിക്കൂടുകളാട്ടോ. ഒരുപാടുണ്ട് കേട്ടോ കിളിക്കൂടുകൾ. നിറച്ചിങ്ങനെ കിളികൾ കൂട് കൂട്ടി വെച്ചേക്കുക. അപ്പോൾ സ്ട്രോളർ എടുത്തു, കാരണം നട്ടുച്ച സമയമായതുകൊണ്ട് വെയിലൊക്കെ ഇത്തിരി വന്നിട്ടുണ്ട്. അത്യാവശ്യം മഞ്ഞും തണുപ്പും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ജസ്ലിനെ കയറ്റി സ്ട്രോളറിൽ ഇരുത്തി, അല്ലെങ്കിൽ അവൾ ആകെ ടയേർഡാവും. അതുകൊണ്ട് അവൾ അതേ കയറി ഇരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്, കാലത്ത് എണീറ്റതല്ലേ. അതുകൊണ്ട് ഇതാ ചുറ്റും ഇങ്ങനെ കേട്ടോ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അലൈൻ സൂവിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ. പിന്നെ ഇവിടെ വന്നപ്പം എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബൽ ഖലീഫ് ഫ്രീ എൻട്രി ആട്ടോ, നമുക്ക് പൈസയൊന്നും വേണ്ട. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്ലാനിങ് പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിള്ളേർക്കൊക്കെ നമുക്കെല്ലാം ടച്ച് ചെയ്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷേ നല്ല ടിക്കറ്റ് ചാർജ് ഉണ്ട്. നമ്മൾ സ്ട്രോളറൊക്കെ ആണെങ്കിലും ഉണ്ട് റെൻറ്റിന് എടുക്കാം, പക്ഷെ നല്ല അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. ഇതുപോലെ മാനുകളെ കാണാം. ഇവിടെ മ്യൂസിക് ഉണ്ട് കേട്ടോ, നമുക്ക് ഡാൻസൊക്കെ ചെയ്യാം. നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ട് ആൾ. അതുങ്ങളെല്ലാം ഈ സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു ഒരു ചെറിയ പേടിയിൽ ഇങ്ങനെ നിൽക്കുക, ഈ ബോക്സൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേൾക്കുന്നതിൻ്റേതായ. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങ് നടന്നപ്പോഴത്തേക്കും പിള്ളേർ കുറച്ച് പൂവൊക്കെ പറിച്ച് ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പക്ഷേ ആദ്യമേ പോയപ്പോൾ എന്നാ വെച്ചാൽ ഒരു ഓർഡർ കിട്ടിയില്ല. അപ്പോൾ അലൈൻ സൂ കാണാൻ മുമ്പ് ഇവിടെ തന്നെ ട്രെയിനുണ്ട്, അത് ഫ്രീ ട്രെയിനാട്ടോ. അതൊക്കെ ഒന്ന് ആദ്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സൗകര്യം കൂടും. ഞങ്ങൾ കുറച്ച് അലഞ്ഞു കഴിഞ്ഞാണ് അതൊക്കെ അറിഞ്ഞത്. അപ്പോൾ ആ ട്രെയിനിൽ കയറിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി എല്ലാം കണ്ടുവരാം. അവിടെ ഇറങ്ങിയിട്ട് അവരെല്ലാ മൃഗങ്ങളും ഉള്ളിടത്ത് നമ്മൾ ഇറക്കി വിടും. ഇവന്മാരൊക്കെയാണെങ്കിൽ 3 പേരും ബാക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഫുൾ AC-ക്കകത്ത് കേട്ടോ. ഇതൊക്കെ AC-യുടെ അകത്തുകൂടെ നടക്കുന്നതുകൊണ്ട് ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു. ഉച്ച സമയമാണെങ്കിലും നല്ല പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക കേട്ടോ. പിന്നെ ഒരു കുരങ്ങനാണ് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. അത് കറക്റ്റ് നമ്മുടെ അടുത്ത് ജോൽ അപ്പോഴത്തേക്ക് അതിനെ അനുകരിക്കുകയൊക്കെയാണ്. അതിനെ കളിയാക്കിയൊക്കെ കാണിക്കുക, വിളിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര വലുതാണ് ഈ അലൈൻ സൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറേ നീണ്ടു കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ ഡിസ്റ്റൻസ് ഇട്ടാണ് എല്ലാം. എവിടെ എന്താണെന്നൊന്ന് കണ്ടുപിടിക്കണേ വലിയ പാടാണ്. നമുക്കത് കറക്റ്റായിട്ടൊന്ന് ഗൈഡ് ചെയ്ത് തരാൻ അവിടെ ആരും ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിത്തിരി ഓർഡറൊക്കെ തെറ്റിപ്പോയി സത്യം പറഞ്ഞാൽ. എന്നാലും നമ്മളെല്ലാം ഒരുവിധം കവർ ചെയ്തു. ലാസ്റ്റ് ഒരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞത്. ഇതേനെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ട്രെയിനിലൊക്കെ കയറി അടുത്ത സ്ഥലത്തോട്ട് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ഓന്ത്, നല്ല ഓന്തിനെയൊക്കെ ഒരു വലിയ ഓന്താണെന്ന് തോന്നുന്നു കേട്ടോ, എന്നാണെന്നറിയില്ല. പിന്നെ ചീങ്കണ്ണിയാണോ മുതലയാണോ എന്നറിയത്തില്ല. നടന്ന് പതിയെ നീങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏകദേശം അപ്പോഴത്തേക്കും നല്ല ഉച്ച വെയിലായപ്പോഴത്തേക്കും അങ്ങ് മടുത്തു പോയി. അത് കഴിഞ്ഞ് എവിടെയോ ഇരുന്നപ്പോഴാണ് ഒരു മണിയടിയും ട്രെയിൻ വരുന്നതൊക്കെ കേട്ട് തുടങ്ങിയത്. എന്നിട്ടാണ് പിന്നെ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോയത്. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ ഒരുവിധം ടയേർഡായിപ്പോയി. പിന്നെ മാവിൻ്റെ തൈ കണ്ടോ, മാവിൻ തൈ, അതുപോലെ തന്നെ കറ്റാർ വാഴ കേട്ടോ. ഇപ്പോൾ ഒരിടയ്ക്ക് എല്ലാവരും കറ്റാർ വാഴയുടെ പൂവുണ്ടായി. ഇവിടെ ഈ കറ്റാർ വാഴ ഫുള്ള് പൂ വിരിഞ്ഞ് നിൽക്കുക കേട്ടോ. നിറച്ച് പൂവുണ്ട് എല്ലാത്തിലും. നല്ല നാടൻ കറ്റാർ വാഴ കേട്ടോ.
എല്ലാത്തിലും പൂവുണ്ട്. അങ്ങനെ കറ്റാർവാഴ പൂവൊക്കെ കണ്ട് പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കീരിയാന്ന് തോന്നുന്നു കേട്ടോ, കാണുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റും. കീരിയുണ്ട്, ഇതാ നടക്കുന്നു. അതൊക്കെ അവരൊക്കെ കുറച്ച് ക്ഷീണത്തിലാണ്, കാരണം ഉച്ചവെയിലായതിൻ്റെ എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരു തളർച്ചയുണ്ട്. ഇത് കണ്ടോ, അവരവരുടെ മാളത്തിൽ കയറുക. കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു സിംഹച്ചേട്ടനെ കണ്ടു. ജോലി ജസ്റ്റിനൊക്കെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ജിറാഫിൻ്റെ അടുത്തെത്തി കേട്ടോ. ജിറാഫൊക്കെ ആദ്യമേ ജസ്റ്റിന് സ്റ്റോളറയിലുണ്ട്, അങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിയത്തേക്ക് അവരിങ്ങനെ നടന്ന് വന്നു. പിന്നെ എനിക്ക് അടുത്ത് തന്നെ അവരെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. അവളാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങുകയില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെയൊക്കെയാലും ജിറാഫിനെയൊക്കെ കണ്ട് പിന്നെ പോയപ്പോഴത്തേക്കും ആഫ്രിക്കക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ പ്രോഗ്രാം അതൊക്കെ കണ്ടു. അബുദാബി എമിറേറ്റ്സിൽ പോയപ്പോഴും ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബബ്ലിയൊക്കെ ആയിട്ട് പിള്ളേരവിടെ കളി. അത് കഴിഞ്ഞ് ഇവന്മാരുടെ അടുത്തെത്തി. രണ്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ കണ്ടതിൽ ഏറ്റവും സൈസ് ഉള്ളത് ഞാൻ ഇവിടുന്ന് അലയൻസിൽ നിന്ന് തന്നെയാണ് കണ്ടതെന്ന് പറയാം കേട്ടോ. അത്രയും വലുത് നേരിട്ട് ഞാൻ ഇവിടുന്ന് തന്നെയാണ് കാണുന്നത്. ഇതാ കുറേ എണ്ണം ഉണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് നിറച്ചുകൊണ്ട് അവരങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. സുഖജീവിതമല്ലേ, എ സിക്കകത്ത് ഇങ്ങനെ കിടന്ന് ഫുഡൊക്കെ ടൈമിന് കിട്ടി ഭയങ്കര സുഖമായിട്ട് അവരവിടെ ഇരിക്കുന്നു. പിന്നെ ഇത് കണ്ടു, നല്ല രസം തോന്നി കേട്ടോ. നമ്മുടെ പാടത്തൊക്കെ ചില പാടങ്ങളിലൊക്കെ കാണാൻ പറ്റും, അതുപോലെ തോന്നി. നല്ല ഭംഗിയായിട്ട് ഇത് നേരി കാണാൻ. നിറച്ച് പക്ഷികൾ, തത്തമ്മ, മൈന, മാടത്ത, പ്രാവ് എല്ലാം ഉണ്ട്. അങ്ങനെ കൂട്ടത്തോടെ അവർ പറന്നിതാ അങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല ഉറക്കാട്ടോ. കഴുതപ്പുലിയാണ്, നല്ല ഉറക്കത്തിലാണ്. അത് കഴിഞ്ഞ് ഇതാ മാൻ്റെ അടുത്തോട്ട് ചെന്നു. ആ മാൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞിനെയും കൂടെ കണ്ടു. ജോലിന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്ന് കേട്ടോ. അതൊരു കുഞ്ഞു മാൻകുഞ്ഞാണ് കേട്ടോ. എന്നിട്ട് അതിനെ നോക്കി കുറേ നേരം നിന്ന്. അതിൻ്റെയൊക്കെ ഇടയിൽ കുറേ പ്രാവുകളും എല്ലാം ഉണ്ട് കേട്ടോ. പ്രാവ് എവിടെ നോക്കിയാലും ഉണ്ട്. കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാൻ്റെ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ആമയുടെ അടുത്തെത്തി. അപ്പോഴത്തേക്കും ജസ്ലിനാണ് എൻ്റെ കൂടെ ഉള്ളത്. അവൾ സ്ട്രോളറിൽ ഇതൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ ആമയെ തൊടാൻ പോവാണ്. ആമ പോവുകയാണ്. കുറേ ആമകൾ ഇതായിരിക്കുന്നു, കുറേ ഉണ്ട്. ഇങ്ങനെ നടന്ന് കുറേ ആമകളെ കാണാൻ മാത്രമുണ്ട്. പക്ഷേ കണ്ടതൊക്കെ തന്നെയാണ്. പറയുമ്പോൾ ഭയങ്കര വലുതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അയ്യോ, അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത് കേട്ടോ. പിന്നെ ട്രെയിനിലോട്ട് കയറി ട്രെയിനിൽ കയറി അടുത്ത യാത്ര. ട്രെയിനിൽ ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം. അല്ലെങ്കിൽ നമ്മൾ നടന്നൊരു പരുവമാവും അലയൻസിൽ പോയി കഴിഞ്ഞാൽ. അത്ര ദൂരം നടക്കാനും അത്രയ്ക്ക് കാണാനും ഉണ്ട്. ഒരു ദിവസം ഫുള്ള് വേണം സത്യം പറഞ്ഞാൽ കാണാൻ. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇത് ഫ്രീ ആട്ടോ. പോകുന്നവരൊക്കെ ഈ ഫ്രീ ആയിട്ടുള്ള ട്രെയിൻ ആദ്യം തന്നെ ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇതേ കയറിയാൽ പെട്ടെന്ന് തന്നെ എല്ലാം കവർ ചെയ്ത് കണ്ടുവരാം. അല്ലെങ്കിൽ നമ്മൾ മടുത്ത് പോകും. അപ്പോഴത്തേക്ക് ഇത് എന്തോ പ്രോഗ്രാമായിരുന്നു, അത് കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. അതിപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇരുന്ന് തന്നെ കണ്ടിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സൂ കാണൽ ഫുള്ള് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ലൈനിൽ തന്നെ. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ എല്ലാവരും ദാഹിച്ച് പൊരിഞ്ഞുകൊണ്ട് ഒരു ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ബിരിയാണി ആയിരുന്നു, പൊരിച്ച ചിക്കൻ ബിരിയാണി നല്ലതായിരുന്നു. അതുമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇതും പറക്കി ഇറങ്ങി. ഞങ്ങൾക്ക് ജീരക മിഠായി ഇല്ലാത്തൊരു ജീവിതമില്ല. ഹോട്ടലിൽ ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ ആദ്യം ജീരക മിഠായി തപ്പിയെടുക്കും. പിന്നെ അലൈൻ സിറ്റി. അപ്പോൾ അലൈൻ സിറ്റി ഒന്ന് കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നു. ഹില്ലി പാർക്കാട്ടോ. 1985 ഈ പാർക്ക് നിർമ്മിച്ചതെന്നാണ് കേട്ടോ പറഞ്ഞത്. നല്ല രസമുണ്ട്. ഒരാൾക്ക് ഒരു വയസ്സിന് മണ്ടയിലുള്ളവർക്ക് 60 ദിറംസാട്ടോ ഇവിടുത്തെ എൻട്രൻസ് ഫീ. പക്ഷേ ഒറ്റ 60 ദിറംസ് നമ്മൾ കൊടുത്താൽ നമുക്ക് ഇവിടെയുള്ള എല്ലാത്തിലും കയറാം. പിന്നെ സെപ്പറേറ്റ് ഓരോന്നിലും കയറുന്നതിന് ഫീസില്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വീഗലാൻഡ് ഡ്രീം വേൾഡ് ആ ഒരു ഇതാട്ടോ. അഡ്വഞ്ചറസ് ഒക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം. എന്നാൽ പിള്ളേർക്കുള്ളതും എല്ലാം ഉണ്ട്. ഫസ്റ്റ് തന്നെ വിഷ്ണു ചേട്ടൻ കയറി കേട്ടോ. ഒരിത്തിരി സ്പീഡിൽ കറങ്ങുന്ന ഞങ്ങൾ ആദ്യത്തേതൊന്ന് കണ്ടിട്ട് വരാം. വിഷ്ണു ചേട്ടൻ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ടും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ആദ്യമേ വിഷ്ണു ചേട്ടൻ തന്നെ കയറി ആദ്യം എൻജോയ് ചെയ്തു. ഞങ്ങളൊക്കെ 2ാം ട്രിപ്പ് കയറാമെന്ന് വെച്ചു. പിന്നെ പിള്ളേരെയൊക്കെ ഹൈറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് കേട്ടോ പിള്ളേരെയൊക്കെ കയറ്റുന്നത്. നല്ല ഇഷ്ടം പോലെ മലയാളി ചേട്ടന്മാരുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഇഷ്ടം പോലെ മലയാളികളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ.
സ്റ്റാഫായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹവും ഭയങ്കര കെയറിങ്ങും ആട്ടോ, എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മലയാളി ചേട്ടന്മാർ, പിള്ളേർ സെറ്റും ഒക്കെ ഉണ്ട് കേട്ടോ മലയാളി. പക്ഷേ എന്തോരു സ്നേഹമാണെന്നറിയോ, നമ്മളെ ഭയങ്കര കെയർ ചെയ്യും, നമ്മളോട് ഭയങ്കര സ്നേഹം. അത് മലയാളികളായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മലയാളികളും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കതങ്ങനെ ഫീൽ ചെയ്തു. അപ്പം നമ്മൾ ഈ 3 സ്ഥലമാണ് ഈ ട്രിപ്പിൽ പോയത്. ആദ്യം നമ്മൾ ജബൽ ഖലീഫ് മൗണ്ടനാണ് കണ്ടത്, പിന്നെ അലൈൻ സൂ, പിന്നെ ഇതാ ഹില്ലി പാർക്ക്. ഇത് 3ആണ് നമ്മൾ കവർ ചെയ്ത് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. പിള്ളേരാണെങ്കിലും നമ്മുടെ കൂടെ നന്നായിട്ട് സഹകരിച്ചു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിലൊക്കെ കയറി, ഇത് ഇത്തിരി പതിയാണ് കേട്ടോ, കുതിരയൊക്കെ താന്നും പൊങ്ങിയൊക്കെ. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും കണ്ട് വീഗാലാൻഡ് ടൂർ പോയതോ, പിന്നെ ഇങ്ങനെയുള്ള എവിടെയും പോയിട്ടില്ല, ഒന്നിലും കയറിയിട്ടില്ല. അപ്പം നല്ലപോലെ എൻജോയ് ചെയ്തു. ഞാൻ എല്ലാത്തിലും കയറി, ഞാൻ രഞ്ജിത്തും വിഷ്ണു ചേട്ടനും എല്ലാവരും, ശാലു, ഞങ്ങൾ പിള്ളേരും എല്ലാം കൂടെ ഒരുപോലെ കയറി. എല്ലാവർക്കും ഒരു 10 വയസ്സ് താഴോട്ട് പോയ പോലെ ആയിട്ടോ. ഇത് കണ്ട് ഞങ്ങൾ ചിരിച്ചു മരിച്ചു. ഇവിടെയായിരുന്നു ഏറ്റവും രസം. പിള്ളേരെ കാർ ഓടിക്കാൻ വേണ്ടി കയറ്റി ജോലിയും ജസ്ലീനും നിച്ചുമൊക്കെ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയില്ല. സ്റ്റിയറിങ് പിടിച്ചോ, ഓടിക്കോ, വളയ്ക്കോ. അതും അവിടെ മലയാളിയാണല്ലോ, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അവർ നന്നായിട്ട് പിള്ളേരെ കെയർ ചെയ്യുന്നുണ്ട്, നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിള്ളേർക്കും അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒന്നിനും ഒരു പേടിയൊന്നും തോന്നില്ലായിരുന്നു. അങ്ങനെ കുറേ ഇവിടെ നമ്മൾ എൻജോയ് ചെയ്തു. ഇപ്പോൾ രാത്രിയായിട്ടോ, നമ്മളൊരു 7 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ലേറ്റ് ആയായിരുന്നു. നമ്മൾ ആ സൂ ഫുള്ള് കണ്ടിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അതിനുശേഷം ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി. ഇവിടെ കുറേ ഉണ്ട്, നമുക്ക് കുറേ റൈഡുകളുണ്ട്, കയറി ആസ്വദിക്കാം. കുറച്ച് ഭീകരമായിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അഡ്വഞ്ചേഴ്സൊക്കെ കുറേ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കയറിയിട്ട് കാണാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ളതുകൊണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊക്കെ കയറി അത്യാവശ്യം പിള്ളേരെല്ലാത്തേലും കയറി കേട്ടോ. ഞാൻ കുറച്ചൊക്കെ മാറി നിന്നു, കാരണം ജുവലിനൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ജുവലിനേക്കാൾ കൂടുതലെല്ലാം എൻജോയ് ചെയ്ത് ജസ്ലിനായിരുന്നു. അപ്പോൾ അവൾക്ക് ഇത്തിരി പേടിയുള്ളതുകൊണ്ട് ഞാനും അവളുടെ ഒപ്പം കുറച്ച് നേരം നിൽക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം കയറി. പിന്നെ ഞാൻ കയറിയതാട്ടോ. ഞാൻ കയറി പൊക്കോണ്ടിരിക്കുമ്പോൾ ഇത്തിരി വീഡിയോ എടുക്കാമെന്നൊക്കെ ഓർത്തു. എൻ്റെ പൊന്നോടെ തമ്പുരാനെ ഒന്നും പറയണ്ട. പേടിച്ചിട്ടുണ്ടോ, ഞാൻ കണ്ണുപോലും തുറന്നിട്ടില്ല. ഇതായിരുന്നു പരിപാടി. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതേന്നറിയേണ്ടത് ഒരവസ്ഥയാട്ടോ. കറങ്ങാണോ നടക്കാണോ എന്നറിയാതെ ഞാനിപ്പോൾ നടക്കുന്നത്. എനിക്ക് ഉള്ളിൽ ചിരിയും വരുന്നുണ്ട്. എൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഒരു നാണക്കേട് തോന്നുന്നുണ്ട്. കറങ്ങി നടക്കുക കേട്ടോ, ചെറുതായിട്ട് കറങ്ങുക. എന്നാലും വിട്ടുകൊടുക്കാൻ പ്ലാനില്ല. അടുത്ത് കാർ ഓടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. പിന്നെ അടുത്തത് ഈ കാർ ഓടിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോഴേക്ക് പിള്ളേരവിടെ ഊഞ്ഞാലാടുക. ശാലും പിള്ളേരും കൂടെ അവിടെ ഊഞ്ഞാലാടലായിരുന്നു. ഞാൻ കാർ ഓടിയിലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ അടുത്തത് പിള്ളേരെ ഈ ട്രെയിനെ കയറ്റിട്ടോ. പിള്ളേർ ഇതെല്ലാം കയറി, നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ജസ്ലിൻ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ജസ്ലിൻ ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവളാണ് ഓടിക്കുന്നത് എന്നുള്ള രീതിക്കാണ്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറേ നേരം ചിരിച്ചൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുരിങ്ങ കേട്ടോ, കുറച്ച് അധികം മുരിങ്ങയിലും മുരിങ്ങപ്പൂവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ മണത്ത്, മുരിങ്ങപ്പൂവിനൊരു പ്രത്യേക മണമുണ്ടല്ലോ, അതൊക്കെ മണത്ത് അതിനെയൊക്കെ കുറേ നേരം പിള്ളേർ ഇതെല്ലാം നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവളുടെ പോകിയപ്പോഴത്തേക്കും വിട്ടും പോയി. പിന്നെ അവരുടെ ഒപ്പം എത്തി. അത് കഴിഞ്ഞ് ഈ ബുള്ളറ്റാണ് ഇതേലും കയറി പിള്ളേർ. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. 60 ദിർഹംസിന് എല്ലാത്തേലും നമുക്ക് കയറാം. അതുപോലെ തന്നെ ഒരു വട്ടമൊന്നും അല്ല കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട റൈഡാണെങ്കിൽ പിന്നെയും അതിൽ തന്നെ കയറിയിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. തിരക്കും കുറവായിരുന്നു കേട്ടോ, ഒരുപാട് തിരക്കൊന്നും പറയാനില്ലായിരുന്നു മാക്സിമം. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മളിതാ ഈ താറാവിൻ്റെ പുറത്ത് കയറിയിട്ട് ഇതിൽ കൂടെ ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ. ഇതും അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ ചവിട്ടി. നമ്മൾ തന്നെത്താനെ ചവിട്ടണം കേട്ടോ, 2 സൈഡിലും ഉണ്ട്. എന്നിട്ട് നമ്മൾ 2 പേരും കൂടെ, ഭാര്യയും ഭർത്താവും, ആരാച്ചാ ഇന്ന് ചവിട്ടിയാൽ മതി. ഞാൻ രഞ്ജിത്തും കൂടി ഇന്ന് ചവിട്ടി. ആദ്യമേ അവർ പോയി വൈറ്റേൽ, നമ്മൾ ഈ യെല്ലോയിലാണ് കേട്ടോ കയറിയേക്കുന്നത്. അങ്ങനെ പിള്ളേർ നല്ല തണുപ്പാട്ടോ, അപ്പോഴത്തേക്കും നല്ല തണുപ്പായിട്ട് തുടങ്ങി. പിള്ളേരാണ് ചെറുതായിട്ട് കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും അവരെ ഉറങ്ങിയാണ് എടുത്തത്. പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരു ട്രെയിനുണ്ട്, ഫുള്ളൊന്ന് ചുറ്റി വരാം. ഇതോടെ നമ്മുടെ ട്രിപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിർത്തുക. കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് 5D ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ട്രെയിനിലും കയറി നിർത്തുകയാണ്. അങ്ങനെ നമ്മുടെ അലൈൻ ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ പോകുന്നവരൊക്കെ പ്ലാൻ ചെയ്തു, എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ, സീ യു.